മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതിപ്പോ ഫ്രോക്കിന്റെ ക്ലാസ് 1 ആയ ബോഡി മെഷർമെന്റ് ആണ് കാണിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഒരു മെഷർമെന്റ് എടുക്കുക എന്നുള്ളത് നോക്കാം. എപ്പോഴും കുട്ടിയെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിർത്തണം. കാണിക്കാൻ എളുപ്പത്തിനാണ് ഞാനിപ്പോ ഇങ്ങനെ കിടത്തി കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ കുട്ടിക്ക് എന്തോരം ഇറക്കം വേണം എന്നുള്ളത് നോക്കാം. ഷോൾഡർ മുതൽ നമുക്ക് ലെങ്ത് എന്തോരം വേണം എന്നുള്ളത് എടുക്കാം. ചിലർ മുട്ട് വരെ എടുക്കും, ചിലർ മുട്ടിന് മേലെ എടുക്കും, ചിലർ 3/4 വരെ എടുക്കും, ചിലർ ഫുൾ ലെങ്ത് എടുക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് കുട്ടിയെ നമ്മൾ ബാക്കിലേക്ക് ഇനി തിരിച്ചു നിർത്തിയിട്ട് ഷോൾഡർ മുതൽ ഈ ഷോൾഡർ വരെയുള്ള അളവ് എടുക്കണം. ഷോൾഡർ അളവ് എടുക്കുമ്പോൾ എപ്പോഴും ബാക്കിലേക്ക് തിരിച്ചെടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയിട്ട് ഷോൾഡർ ടു ഷോൾഡർ അളവെടുക്കുക. ഈ വണ്ണം കുറവുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു എല്ല് അറിയാൻ പറ്റും. ഇനി വണ്ണം കൂടുതലുള്ളവരാണ്, കറക്റ്റ് ഷോൾഡർ അറിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കൈ ഒന്ന് മേലോട്ടൊന്ന് പൊന്തിക്കാൻ പറയാം. അപ്പൊ എവിടെയാണ് ആ ഒരു മടക്ക് വരണേ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് കുട്ടിയുടെ കൈ താഴേക്ക് താഴ്ത്തി പിടിക്കുക. എന്നിട്ട് ഷോൾഡർ ടു ഷോൾഡർ നമ്മൾ അളവെടുക്കാം. അത് കഴിഞ്ഞ് കുട്ടീനെ തിരിച്ചു നിർത്തി നമ്മൾ ചെസ്റ്റ് റൗണ്ട് ആണ് എടുക്കുന്നത്. അതിന് നമ്മള് കുട്ടിയുടെ ആദ്യം തന്നെ കൈ ഇങ്ങനെ മേലോട്ട്, 2 കൈ മേലോട്ട് പൊന്തിക്കാൻ പറയാം. പൊന്തിച്ചിട്ട് നമ്മളുടെ ടേപ്പ് ബാക്കി കൂടെ കറക്റ്റ് കഷത്തിനോട് ചേർത്ത് നമ്മൾ ഇങ്ങനെ വെച്ച് കൈ രണ്ടും ബാക്കി താഴ്ത്താം. ഇവിടെ ചെയ്യുന്ന ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ട് നമ്മൾ വേണം ചെസ്റ്റ് റൗണ്ട് എടുക്കാനായിട്ട്. ചെസ്റ്റ് റൗണ്ട് അതായത് നമ്മുടെ ബോഡിയിൽ എവിടെയാണോ ഷേപ്പ് വരണേ എന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് വരുന്ന ഭാഗത്തും ഇതുപോലെ തന്നെ ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിഡ് വേസ്റ്റ് റൗണ്ട് എടുക്കണം. പിന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ട് ഇത് യോക്ക് ലെങ്ത് അല്ലെങ്കിൽ ടോപ്പ് ലെങ്ത് എന്നൊക്കെ പറയും. അതാണ് വേസ്റ്റ് റൗണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് റൗണ്ട് എടുക്കണം. പിന്നെ വയറുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വയറിന്റെ ഭാഗത്തും ഇതുപോലെ തന്നെ നമുക്ക് ലെങ്ത് എടുക്കണം. ഇതൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഷോൾഡറിന് നമ്മൾ എന്തോരമാണ് ഇറക്കത്തിലാണ് ഈ പറഞ്ഞ റൗണ്ടുകളൊക്കെ എടുത്തേ എന്നുള്ളത് നോക്കണം. അതായത് മിഡ് വേസ്റ്റ് ലെങ്ത് ആണ്. മിഡ് വേസ്റ്റ് നമ്മൾ റൗണ്ട് എടുത്തല്ലോ, ഷോൾഡർ മുതൽ എന്തോരം വരെ ഇറക്കത്തിലാണ് നമ്മൾ മിഡ് വേസ്റ്റ് റൗണ്ട് കണ്ടുപിടിച്ചത് നോക്കാം. ഇതിപ്പോ ഷോൾഡർ മുതൽ 2 ഇഞ്ച് വരെയാണ് ഇപ്പൊ മിഡ് വേസ്റ്റ് ലെങ്ത് എന്ന രീതിയിൽ എടുത്തേ എന്നുണ്ടെങ്കിൽ ആ 2 ഇഞ്ചിന്റെ ആ ഭാഗത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മിഡ് വേസ്റ്റ് റൗണ്ട് നമുക്ക് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഷോൾഡർ മുതൽ നമ്മളിപ്പോ വേസ്റ്റ് ലെങ്ത് എന്തോരാണ് എടുക്കണത്. ഇപ്പൊ വേസ്റ്റ് റൗണ്ട് ഞാനിപ്പോ എടുക്കുന്നത് ഇവിടെയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഷോൾഡർ മുതൽ ഏകദേശം ഒരു 3.25 ഇഞ്ചാണ് എനിക്ക് എന്താ വേസ്റ്റ് ലെങ്ത് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. ആ ഭാഗത്തെ ഞാൻ ഈ പറഞ്ഞ ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് ആ ഭാഗത്തെ വേസ്റ്റ് റൗണ്ട് ഞാൻ എടുക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ളത് ഹിപ്പിന്റെ അവിടെ ഇതേപോലെ തന്നെ ഷോൾഡർ മുതൽ എന്തോരാണ് ഹിപ്പ് ലെങ്ത് നമ്മൾ കൊടുക്കണേ. ഇപ്പൊ ഏകദേശം ഇപ്പൊ ഒരു 4.25 ഞാനിപ്പോ കൊടുക്കണേ എന്നുണ്ടെങ്കിൽ ആ ഹിപ്പ് ലെങ്ത് 4.25 എവിടെ വരുന്ന ആ ഭാഗത്തെ ഹിപ്പ് റൗണ്ട് ഞാൻ എടുക്കാണ്. അങ്ങനെ വേണം നമ്മളുടെ എന്ത് ചെയ്യേണ്ടത്, ഫ്രോക്കിൽ നമുക്ക് അത്യാവശ്യം അളവുകൾ എടുക്കേണ്ടത്. ഇനിയുള്ളത് ഫ്രോക്കില് നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് നെക്ക് ലെങ്ത്. നമുക്ക് ഷോൾഡർ മുതൽ എന്തോരാണ് ഫ്രണ്ട് നെക്കിന് ലെങ്ത് വേണ്ടേ എന്നുള്ളത് വെച്ചാല് അതനുസരിച്ച് ഷോൾഡർ മുതൽ എന്തോരം ലെങ്ത് വേണം അത് ഫ്രണ്ടിൽ എടുക്കുക. അതുപോലെ ബാക്ക് നെക്ക് ലെങ്ത് ഷോൾഡർ മുതൽ എന്തോരം നമുക്ക് ബാക്കിലെ നെക്കിന് ലെങ്ത് കഴുത്തിറക്കം വേണം എന്നുള്ളത് നോക്കിയിട്ട് അതും എടുക്കാം. ചിലര് നെക്ക് വെടുത്ത്, ചിലര് ഇക്വേഷൻ വഴി നമുക്കൊരു നെക്ക് വെടുത്ത് കിട്ടും. അതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ചിലവർക്ക് എന്താ പറയാ ഒരു മീഡിയം വൈഡ് വേണം, അല്ലെങ്കിൽ ഹൈ വൈഡ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഷോൾഡർ ടിപ്പ് എടുക്കും. ഇതാണ് നമ്മുടെ ഷോൾഡറിനെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചോളം നമുക്ക് ഇത്ര ഭാഗത്ത് നമുക്ക് ഷോൾഡർ വേണം. ബാക്കി ഫുള്ള് നമ്മൾ നെക്കിന്റെ കഴുത്തകലം എന്ന രീതിയിൽ എടുത്തോളാൻ ഓരോരുത്തർ പറയും. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ആം റൗണ്ട് ആണ്. ആം റൗണ്ട് ഇതുപോലെ തന്നെ കുട്ടിയെ സ്ട്രെയിറ്റ് ആക്കി നിർത്തിയിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് പൊന്തിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ താഴ്ത്തിയിടുക. എന്നിട്ട് ഇതുപോലെ ഫിംഗർ ഗ്യാപ്പ് വിട്ട് തന്നെ നമുക്ക് ഇവിടെ ആം റൗണ്ട് ഇങ്ങനെ ഷോൾഡറിന്റെ മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ എടുക്കണം.
അതുപോലെ തന്നെയാണ് മസിൽ റൗണ്ട് എടുക്കണം. മസിൽ റൗണ്ട് നമ്മൾ കൈക്ക് ഇത് മുട്ടിന് മുകളിൽ, ഷോൾഡർ മുതൽ മുട്ടിന് മുകളിൽ ഏറ്റവും കൂടുതൽ വണ്ണുള്ള ഭാഗമാണ് മസിൽ റൗണ്ട്. അവിടത്തെയും ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് മസിൽ റൗണ്ട് എടുക്കണം. പിന്നെ എൽബോ സ്ലീവ് ആണ് എന്നുണ്ടെങ്കിൽ എൽബോ റൗണ്ട് എടുക്കണം. 3/4 സ്ലീവ് ആണെങ്കിൽ 3/4 റൗണ്ട് എടുക്കണം. ഫുൾ സ്ലീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വിരല് ഇങ്ങനെ പിടിക്കണം. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മുടെ ഈ ഭാഗത്തെ അളവ് വേണം നമ്മൾ എടുക്കാനായിട്ട്. ആണെങ്കിൽ ഇവിടത്തോളം വരെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ കൈ ഇങ്ങനെ കടത്തണമല്ലോ ഫുൾ സ്ലീവിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ നമ്മൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കാം. ചുരുട്ടി പിടിച്ചിട്ട് കിട്ടുന്ന ഈ ഒരു അളവുണ്ടല്ലോ, കിട്ടുന്ന ഈ ഒരു അളവ് വേണം നമുക്ക് ഫുൾ സ്ലീവിലേക്ക്, നമ്മൾ ഫുൾ സ്ലീവ് റൗണ്ട് എന്ന രീതിയിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ വേണം ഇവിടുത്തെ അളവ് എടുക്കാനായിട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫുൾ സ്ലീവ് ലെങ്ത് ചിലവര് ഷോൾഡർ മുതൽ ഇവിടത്തോളം വരെ, ഈ വെട്ട് വരെ നമ്മൾ ഫുൾ സ്ലീവിന് ലെങ്ത് എടുക്കും. ചിലവര് നമ്മുടെ ഈ ചുരുട്ടി പിടിച്ചേക്കണ ഇവിടത്തോളം വരെ വേണം എന്ന് പറയും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ മസിൽ റൗണ്ട് എടുത്തോ, എൽബോ റൗണ്ട് എടുത്തോ, 3/4 റൗണ്ട് എടുത്തോ ഇല്ലേ, ഇതൊക്കെ എവിടെയാണ് വരുന്നതെന്ന് അറിയണ്ടേ. ഇപ്പൊ ഷോൾഡർ മുതൽ മസിൽ റൗണ്ട് നമ്മൾ എടുത്തേക്കുന്നത് ഈ ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ ഷോൾഡർ മുതൽ മസിൽ റൗണ്ട് വരെയുള്ള ലെങ്ത് കണ്ടുപിടിക്കുക. അവിടെ വേണം മസിൽ റൗണ്ട് എടുക്കാനായിട്ട്. എൽബോ റൗണ്ട് ആണെങ്കിൽ ഷോൾഡർ മുതൽ എൽബോ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. അത് കണ്ടുപിടിച്ചിട്ട് വേണം ആ ഭാഗത്തെ എൽബോ റൗണ്ട് എടുക്കാൻ. ഷോൾഡർ മുതൽ 3/4, ഞാനിപ്പോ 2.5 കൊടുക്കണമെങ്കിൽ 2.5 ആണ് നമ്മുടെ 3/4 ലെങ്ത്, സ്ലീവ് ലെങ്ത് ആയിട്ട് വരുന്നത്. ആ ഭാഗത്ത് സ്ലീവ് റൗണ്ട് എടുക്കുക. ഫുൾ ലെങ്ത് ആണ് ഷോൾഡർ മുതൽ ഫുൾ ലെങ്ത് വരെയുള്ള അളവ് എടുക്കുക. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചുരിദാറിന്റെ ബോഡി മെഷർമെന്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതുകൂടി ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും ഞാൻ വിചാരിക്കുന്നു. അത് ഈ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഷോൾഡർ എവിടെ വരണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇവരുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.